ഓക്കെ, മാർക്ക് ജെമിനിക്കുള്ള മാർക്ക് 10 മാർക്ക്. കൺഗ്രാറ്റുലേഷൻസ്. അറോറയ്ക്കുള്ള മാർക്ക് 20 മാർക്സ്. കൺഗ്രാറ്റ്സ്. ലൂനയ്ക്കുള്ള മാർക്ക് 20 മാർക്ക്. ടൈറ്റനുള്ള മാർക്ക് 10 മാർക്ക്. ഓക്കെ, ഇനി ഗംഭീരമായ മാജിക്കിൻ്റെ പ്രദർശനമാണ്. വീഡിയോ വാളിൽ മാജിക് കാണാൻ പോകുന്നു. അതോടൊപ്പം ചോദ്യമുണ്ട്. സെഗ്മെന്റ് അകത്താര്. അപ്പോൾ നമുക്ക് ഇന്ദ്രജാലത്തിലൂടെ ചോദ്യം ചോദിക്കാം അല്ലേ? ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾക്ക് ഒരു ചോദ്യം കോമൺ ആണ്. ചോദ്യം വരുന്നത് കോമൺ ആണ്. മുൻപിൽ ബസറിൻ്റെ സ്വിച്ച് ഉണ്ട് അല്ലേ? നിങ്ങൾ ചെയ്യേണ്ടത് സ്ക്രീനിൽ 9 ബ്ലോക്കുകൾ ഉണ്ടാവും. ആ 9 ബ്ലോക്കുകൾ പിന്നിൽ ഒരു ചിത്രമുണ്ടാവും. ആ ചിത്രം ആരാണ് എന്നുള്ളതാണ് നിങ്ങൾ തിരിച്ചറിയേണ്ടത്. അതിനകത്ത് നമ്പറുകൾ അപ്രത്യക്ഷമാവും. ഏത് നമ്പർ പറയുന്നുവോ ആ നമ്പർ അപ്രത്യക്ഷമാവും. അതിലൂടെ കിട്ടുന്ന സിഗ്നലുകൾക്കനുസരിച്ച് നിങ്ങൾക്ക് ആരാണ് അതിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നത് എന്നുള്ള കാര്യം തിരിച്ചറിയാം. ക്ലിയർ ആണല്ലോ? ഓക്കെ, നമുക്ക് ആരംഭിക്കാം. സോ ആദ്യത്തെ 9 ബ്ലോക്കുകൾ ഇവിടെ പ്രത്യക്ഷപ്പെടുന്നു. നമ്പർ 6 മാഞ്ഞു പോകട്ടെ. ടൈറ്റൻ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ടൈറ്റൻ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഉത്തരം പറയുന്നത് തെറ്റാണെങ്കിൽ പിന്നീട് ഇതിൽ പങ്കെടുക്കാൻ സാധിക്കില്ല എന്നുള്ള ബോധമുണ്ടല്ലോ അല്ലേ? ഉണ്ട്. ആരാണ്? ഫിഡൽ കാസ്ട്രോ. ഫിഡൽ കാസ്ട്രോ. പെർഫെക്റ്റ് ആൻസർ. പെർഫെക്റ്റ് ആൻസർ. അധികാരം എന്നെ ഭ്രമിപ്പിക്കുന്നില്ല, ഒരിക്കലും ഞാൻ അത് ഏറ്റെടുക്കാനും പോകുന്നില്ല എന്ന് പ്രഖ്യാപിച്ച മഹാൻ ഫിഡൽ കാസ്ട്രോ. പെർഫെക്റ്റ് ആൻസർ. കൺഗ്രാറ്റുലേഷൻസ്. ഒരു നുറുങ്ങ് കണ്ടപ്പോഴേക്കും നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിച്ചു. ഗ്രേറ്റ്, വെരി ഗുഡ്. നമുക്ക് മുഴുവൻ ചിത്രം ഒന്ന് കാണാം. എല്ലാ ബ്ലോക്കുകളും മാഞ്ഞു പോകുമ്പോൾ മുഴുവൻ ചിത്രം പ്രത്യക്ഷപ്പെടും. ടൈറ്റൻ, ഞാൻ വീണ്ടും കൺഗ്രാജുലേറ്റ് ചെയ്യാണ് കേട്ടോ. അതിൻ്റെ ഒരു ചെറിയൊരു പോർഷൻ കണ്ടപ്പോഴത്തേക്ക് നിങ്ങൾ ഫിഡൽ കാസ്ട്രോനെ തിരിച്ചറിഞ്ഞു എന്ന് പറയുന്നത് മഹത്തരമാണ്. വെരി ഗുഡ്. ഓക്കെ, അടുത്ത ബ്ലോക്കുകൾ 9 ബ്ലോക്കുകൾ പ്രത്യക്ഷപ്പെടുന്നു. ഇവിടെ 9 ബ്ലോക്കുകളുണ്ട്. നമ്പർ 4 മാഞ്ഞു പോകുന്നു. ആദ്യം പ്രസ് ചെയ്തത് ജെമിനിയാണ്. ആദ്യം പ്രസ് ചെയ്തിട്ടുള്ളത് ജെമിനിയോടാണ് ഞാൻ ചോദിക്കുന്നത്. ആരാണ് ഇത്? മുഹമ്മദ് മുർസി. മുഹമ്മദ് മുർസി. പെർഫെക്റ്റ് ആൻസർ. കൺഗ്രാറ്റുലേഷൻസ്. ആരാണ് മുഹമ്മദ് മുർസി? ഈജിപ്തിന്റെ മുൻ പ്രസിഡന്റ്. ഈജിപ്തിന്റെ മുൻ പ്രസിഡന്റ് ആയിരുന്നു മുഹമ്മദ് മുർസി. പെർഫെക്റ്റ്. ബാക്കിയുള്ള കോളങ്ങൾ മാഞ്ഞു പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഒന്നുകൂടി കാണാൻ സാധിക്കും, പ്രേക്ഷകർക്കും കാണാൻ സാധിക്കും. മുഹമ്മദ് മുർസിയുടെ മുഖം ഇവിടെ പ്രത്യക്ഷപ്പെടുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു. വീണ്ടും 9 ബ്ലോക്കുകൾ ഇവിടെ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അതിന് പിന്നിൽ ഒരാൾ ഒളിഞ്ഞിരിപ്പുണ്ട്. ഇവിടെ നമ്പർ 1 മാഞ്ഞു പോകട്ടെ. ഓ, വെരി ഫാസ്റ്റ്. ടൈറ്റൻ വീണ്ടും പ്രസ് ചെയ്ത് കഴിഞ്ഞു. അതാരാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും എന്നുള്ളതാണ് വിശ്വാസം. ആരാണത്? സാറ ജോസഫ്. ഓ, വണ്ടർഫുൾ. സാറ ജോസഫ്. ഞാൻ നിങ്ങളെ 8 പേരെ പിടിച്ചവരെ ഉമ്മ തരട്ടെ. അത്രമാത്രം ഇഷ്ടം നിങ്ങളോട്. കാരണം ഗംഭീര പെർഫോമൻസ് ആണ്. ഗംഭീര പെർഫോമൻസ്. എന്തൊരാഹ്ലാദം എന്നറിയാമോ? ഓക്കെ, വെരി ഗുഡ്. മുഴുവൻ ബ്ലോക്ക് നമ്മൾ മാറ്റുന്നു. എല്ലാ ബ്ലോക്കുകളും മാറ്റുന്നു. സാറ ടീച്ചറുടെ ചിത്രം, മനോഹരമായ ചിത്രം നമുക്ക് കാണാൻ സാധിക്കും. ആലാഹിയുടെ പെൺമക്കൾ എന്നെഴുതിയ കൃതി എഴുതി അതിനുശേഷം അതിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും വയലാർ അവാർഡും ഒക്കെ വാരിക്കൂട്ടിയ നമ്മുടെ കേരളത്തിൻ്റെ അഭിമാനമാണ് സാറ ടീച്ചർ അല്ലേ? ഓക്കെ, ഇനി അടുത്ത ചിത്രത്തിലേക്ക് നമ്മൾ പോകുന്നു. നമ്പർ 6. Got it? ഹസ്നി മുബാറക്. അല്ല, അറോറയാണ് രണ്ടാമത് പ്രസ് ചെയ്തിരിക്കുന്നത്. ആളുകളും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. ആരാണെന്ന് അറിയാൻ വേണ്ടി പറയാം. ഹ്യൂഗോ ഷാവേസ്. പെർഫെക്റ്റ് ആൻസർ. പെർഫെക്റ്റ് ആൻസർ. ഹ്യൂഗോ ഷാവേസ്. ആരാണ് ഹ്യൂഗോ ഷാവേസ് എന്ന് കൂടി പറയാം. വെനസ്വേലയുടെ പ്രസിഡന്റ് ആയിരുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്. കൺഗ്രാറ്റുലേഷൻസ്, കൺഗ്രാറ്റുലേഷൻസ്. ഹ്യൂഗോ ഷാവേസിനെ നമുക്ക് മുഴുവനായിട്ട് കാണേണ്ടതുണ്ട്. സോ വാച്ച് ഹിയർ. സന്തോഷം, വളരെ സന്തോഷം. ഒരു ചെവിയോ ഒരു കണ്ണോ ഒരു പുരികമോ തലനാരിഴയോ കാണുമ്പോഴത്തേക്ക് നിങ്ങൾ ആ വ്യക്തികളെ തിരിച്ചറിയുന്നു, നമ്മൾ തിരിച്ചറിയുന്നു അല്ലേ? ഞാൻ വളരെയധികം സന്തോഷത്തോടുകൂടി നിങ്ങൾ അഭിനന്ദിക്കുന്നു. ഒരിക്കൽ കൂടി ഒരു ചെറിയ മാജിക് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇത് അകത്താരെന്നുള്ളതല്ല, അകത്തെന്ത് എന്നുള്ളതാണ് ചോദ്യം. അകത്ത് എന്ത് എന്നുള്ളത്. നമുക്ക് തുടങ്ങാം മാജിക്. ഞാൻ ആദ്യം 4 പേരുടെയും കയ്യിൽ ഓരോ ബലൂൺ തരികയാണ്. ജെമിനിയുടെ ഗ്രൂപ്പിൻ്റെ കയ്യിലേക്ക് ഒരു ബലൂൺ തരുന്നു. അറോറയുടെ കയ്യിൽ ഒരു ബലൂൺ തരുന്നു. അതോടൊപ്പം തന്നെ ലൂനയുടെ കയ്യിൽ ഒരു ബലൂൺ തരുന്നു.
ടൈറ്റൻ്റെ കയ്യിൽ ഒരു ബലൂൺ തരുന്നു. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, അകത്ത് എന്ത്? ബലൂണിൻ്റെ അകത്ത് എന്താണ്? വായു മാത്രം അല്ലേ? എം ടി ആണ് അല്ലേ? എം ടി ആണെന്ന് പറഞ്ഞുകൂടാ, അതിനകത്ത് വായു ഉണ്ട്. ഇനി അടുത്ത ചോദ്യം, ഇതിനകത്ത് ഒരു ഡെക്ക് കാർഡ്സ് ഉണ്ട്. കാർഡ്സ്, പ്ലേയിങ് കാർഡ്സ്. ഒരു ഡെക്ക് കാർഡ്സ് അല്ലേ? ഞാൻ ചെയ്യുന്നത്, ഇതിനകത്ത് എല്ലാ കാർഡ്സും ഉണ്ട്, ഓൾ കാർഡ്സ് അല്ലേ? ഞാൻ ഹരിനാരായണൻ്റെ അടുത്തേക്കാണ് വരുന്നത്. ഈ ഡെക്ക് കാർഡ്സിൽ നിന്നും ഒരു കാർഡ് മോന് സെലക്ട് ചെയ്യാം കേട്ടോ. ഒരു കാർഡ് എടുക്കാം. ആ കാർഡ് എടുത്തു കഴിഞ്ഞതിന് ശേഷം മോൻ ആ കാർഡ് കാണുക, എന്നെ കാണിക്കരുത്. ആ കാർഡ് ക്യാമറയ്ക്ക് മാത്രം ഒന്ന് കാണിച്ചു കൊടുക്കുക. ഓക്കെ. ഇനി ഹരിനാരായണൻ ചെയ്യേണ്ടത്, ഈ ഡെക്കിനകത്ത് ആ കാർഡ് വെച്ചതിന് ശേഷം നന്നായിട്ട് ഷഫിൾ ചെയ്യാം. നന്നായിട്ട് ഷഫിൾ ചെയ്യണം. ചെയ്തോ? ഓക്കെ. ഇപ്പോൾ ഹരിനാരായണൻ്റെ കാർഡ് ഏതാണ് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ പ്രേക്ഷകർക്കറിയാം. അവർ ക്യാമറയ്ക്കുള്ളിലൂടെ കണ്ടു അല്ലേ? നിങ്ങൾക്കറിയാമോ? അറിയാമോ? നിങ്ങൾക്കറിയാം. ഓക്കെ. ഞാൻ ചെയ്യുന്നത്, ഈ കാർഡ് ഡെക്ക് മുഴുവനായിട്ട് എടുത്തുകൊണ്ട് ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് വെച്ചു. ഇനി എല്ലാവരുടെയും ബലൂണൊന്ന് ഉയർത്തിപ്പിടിക്കാം. ഓക്കെ. എൻ്റെ ചോദ്യം ഇതാണ്, അകത്തെന്ത് അല്ലേ? അകത്താരെന്നുള്ളതല്ല, അകത്തെന്ത്. നമുക്ക് നോക്കാം. നത്തിങ്. നത്തിങ്. ഒന്നുമില്ല. പക്ഷേ മോൻ്റെത് മാത്രം ഞാൻ പൊട്ടിക്കുന്നില്ല. മോൻ്റെ ബലൂണ് ഇതുപോലെ തന്നെ ഞാൻ എടുത്തു കഴിഞ്ഞ ശേഷം ഒരു ചെറിയൊരു ക്ലിപ്പിനുള്ളിലേക്ക് അത് ഇതുപോലെ താഴ്ത്തി വെച്ചു. ഓക്കെ. ഈ സ്റ്റാൻഡിന് മുകളിലായിട്ട് ഞാനത് ഇൻസേർട്ട് ചെയ്യുന്നു. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇങ്ങോട്ട് വരാം ഹരിനാരായണൻ. കാർഡ് മനസ്സിലുണ്ടല്ലോ അല്ലേ? ഉണ്ട്. ഞാൻ ആ കാർഡ് പതുക്കെ പിടിച്ചെടുക്കുന്നു. ഈ ബലൂണിൻ്റെ മുകളിലേക്ക് നോക്കണം കേട്ടോ. വാച്ച് ഹിയർ. 1, 2 and 3. So that is your card. Perfect? അപ്പോൾ അകത്തെന്ത്? ഹരിനാരായണൻ്റെ അകത്തെന്ത്? കാർഡിൻ്റെ ഇമേജ് അല്ലേ? ബലൂണിൻ്റെ അകത്തെന്ത്? അതേ കാർഡ്. അതിലാണ് മാജിക്. ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക്? സോ താങ്ക് യു സോ മച്ച്. ഇനി നമ്മൾ കഴിഞ്ഞ 2 സെഗ്മെൻറ്റിൻ്റെ ചേർത്തുള്ള മാർക്ക്, ഈ എപ്പിസോഡിൽ ടോട്ടൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള മാർക്കുകൾ പ്രഖ്യാപിക്കുകയാണ്. ജെമിനിക്ക് ടോട്ടൽ കിട്ടിയിട്ടുള്ള മാർക്ക് 20 മാർക്കാണ്. അരോറയ്ക്ക് കിട്ടിയിട്ടുള്ള മാർക്ക് 30 മാർക്കാണ്. ലൂനയ്ക്ക് കിട്ടിയിട്ടുള്ള മാർക്ക് 20 മാർക്കാണ്. ടൈറ്റന് കിട്ടിയിട്ടുള്ള മാർക്ക് 30 മാർക്ക്. സോ ഹാർട്ടി കൺഗ്രാജുലേഷൻസ്. ഇനി നമുക്ക് പ്രേക്ഷകർക്ക് ഒരു ചോദ്യം ഉണ്ട്. ആ ചോദ്യത്തിന് ശരിയുത്തരം എല്ലാവരും എഴുതി അയക്കണം. ഇന്നത്തെ ചോദ്യം ഇതാണ്. ശിപായി ലഹള തുടങ്ങി വെച്ച ശിപായി ആരായിരുന്നു? നിങ്ങളുടെ ഉത്തരം 24 മണിക്കൂറിനകം SMS ആയോ ഇമെയിലായോ അയക്കാം. ഉത്തരത്തിനൊപ്പം നിങ്ങളുടെ പേരും ബന്ധപ്പെടേണ്ട നമ്പറും ചേർക്കുക. ശരി ഉത്തരം അയക്കുന്നവരിൽ നിന്ന് തെരഞ്ഞെടുക്കുന്നവരെ ആകർഷകമായ സമ്മാനങ്ങൾ കാത്തിരിക്കുന്നു. SMS അയക്കേണ്ട നമ്പർ 8943347403. ഇമെയിൽ ID lsq@mediaonetv.in. ഇനി കഴിഞ്ഞ ആഴ്ചയിലെ വിജയികൾ. ചോദ്യം: പ്രകാശത്തേക്കാൾ വേഗമുള്ള കണങ്ങളായ ടോക്കിയോണുകളെ കുറിച്ചുള്ള പഠനങ്ങൾക്ക് അന്താരാഷ്ട്ര പ്രശസ്തി നേടിയ മലയാളി ശാസ്ത്രജ്ഞൻ ആര്? ഉത്തരം ECG സുദർശൻ. ചോദ്യം: കേരള നിയമസഭയിലെ ആദ്യ വനിതാ മന്ത്രി? ഉത്തരം KR ഗൗരിയമ്മ. ചോദ്യം: ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച രാജ്യം ഏത്? ഉത്തരം മെക്സിക്കോ. ചോദ്യം: കേരളത്തിലെ ഏത് ജില്ലയിൽ കൂടിയാണ് ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്നത്? ഉത്തരം കാസർഗോഡ്. നമ്മൾ മാജിക് കണ്ടു, ചോദ്യങ്ങൾ ചോദിച്ചു. ആ ചോദ്യങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ടും ഉത്തരം കേൾക്കാൻ വേണ്ടിയിട്ടുമായിരുന്നു എല്ലാവരും കാത്തിരുന്നത്. ഒരുപാട് കുട്ടികൾ, ഒരുപാട് മാതാപിതാക്കൾ. നമ്മൾ ഈ പരിപാടി ഇവിടെ അവതരിപ്പിക്കുന്ന സമയത്ത് നമ്മളൊരു വേദിയിലാണ് നിൽക്കുന്നതെങ്കിലും ഇതിൻ്റെ അലകൾ അങ്ങോട്ട് പടരുകയാണ്. ഒരുപാട് കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക്, പഠിക്കുന്ന കുട്ടികളുടെ മനസ്സിലേക്ക് ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളും അവർ പകർത്തി എഴുതുകയാണ്. അതാണ് നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട്. അതാണ് മീഡിയ വൺ സന്തോഷിക്കുന്നത്. ആ കാര്യത്തിലാണ് തീർച്ചയായിട്ടും നമുക്കെല്ലാവരോടും നന്ദി പറയാം. പ്രേക്ഷകർ നാളത്തേതിനു വേണ്ടി കാത്തിരിക്കുകയാണ്.
എന്തായാലും തൽക്കാലം നിർത്തുക എന്നുള്ളതാണ് വഴി. ഇന്ന് നിർത്തുന്നു. നാളെ പുത്തൻ വിസ്മയങ്ങളും പുതിയ വിജ്ഞാന ശാഖകളുമായി വീണ്ടും നമുക്ക് കാണാം. അതുവരെ ഗുഡ് ബൈ. ആദ്യത്തെ പ്രസ്താവന ഞാൻ വായിക്കുന്നത് ജമിനി കേൾക്കാൻ വേണ്ടിയിട്ടാണ്. പ്രസ്താവന തെറ്റാണ്. പ്രസ്താവന തെറ്റാണ്. കൈ അതിനകത്ത് വയ്ക്കും. അർജുനന്റെ കൈ 1 2 and 3.